ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ടൗണിലാണ് കേട്ടോ. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ചേർന്നൊരു പാർക്കുണ്ട് കേട്ടോ. ഹാപ്പിനെസ് പാർക്കാണ്. അപ്പോൾ നൈറ്റുള്ള കാഴ്ചകളാണ് നമുക്കിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പത്തനംതിട്ട ടൗണിലെ ഹാപ്പിനെസ് പാർക്കിലെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ പാർക്കിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി 9:30 ആയി. അപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. 2 സെക്യൂരിറ്റി ഉണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. രാത്രി ഇപ്പോൾ ഏകദേശം 9:30 ഒത്തിരി ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ സൈഡിലുള്ള, എന്നാലും കണ്ടോ നല്ല വെളിച്ചമുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. ഈ സൈഡിൽ നോക്കിയാൽ ഷട്ടിൽ ബൈറ്റ് കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പകലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്, പക്ഷേ രാത്രി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ നടക്കാൻ പറ്റുന്ന ആൾക്കാർക്കുണ്ട്. നടക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. സൈഡിലെല്ലാം ചെടിയുണ്ട്, പൂച്ചെടിയെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ലൊരു പ്ലേസാണ് കണ്ടോ. അവിടെ നമുക്ക് മേൽപ്പാലം കണ്ടോ, മേൽപ്പാലം വരുന്നൊരു പണി നടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കണ്ടോ. ഇപ്പം പക്ഷേ ബസ്സൊന്നുമില്ല, ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. പത്തനംതിട്ട ടൗണിലെ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ രാത്രി 9:30 ആയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള കണ്ടോ കാഴ്ചയുണ്ടോ. ബസ് സ്റ്റാൻഡ് ഉണ്ടോ, ബസ് സ്റ്റാൻഡിൻ്റെ ഉണ്ടോ നേരെ ഓപ്പോസിറ്റ്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ കണ്ടോ. ഇവിടെയൊക്കെ എല്ലാം ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി. 2 സെക്യൂരിറ്റി ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ. 11 മണി വരെ ഇവിടെ സമയം കണ്ടോ. ഒത്തിരി ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഈന്തപ്പന നിൽപ്പുണ്ട്. ഒരു 4 ഈന്തപ്പനയോളം നിൽപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ 2 ഈന്തപ്പനയിൽ കായ് വന്നിട്ടുണ്ടായിരുന്നു. കായ്ച്ച് നിന്നതാണ്. പക്ഷേ ഇവിടെ വന്ന ഓരോ ആൾക്കാരും അതിൻ്റെ കായെല്ലാം പറിച്ച് നശിപ്പിച്ച് കളയുമായിരുന്നു. അത് വിളയാൻ പോലും അവർ സമയം കൊടുക്കാതെ എല്ലാം നശിപ്പിക്കുമായിരുന്നു. ഇപ്പം കായൊന്നുമില്ല കേട്ടോ. എന്നാലും വളരെ ഭംഗിയുള്ള കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. രാത്രി 9:30 മണി സമയത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ കടയൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പം ബസ്സൊന്നും ഇവിടെ ഈ ഭാഗത്തില്ല കണ്ടോ. ഈ സമയത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് കണ്ടോ. സൈക്കിൾ ചവിട്ടുന്ന പിള്ളേരുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട് കണ്ടോ. പയ്യന്മാരെല്ലാം ബൈക്കിലൊക്കെ വരുന്നുണ്ട്, ഷട്ടിൽ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ രാത്രിയായാലും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ സേഫാണ്. കാരണം എന്ന് വെച്ചാൽ 2 സെക്യൂരിറ്റി ഇവിടെ അവർ നിർത്തിയിട്ടുണ്ട്. രാത്രി നൈറ്റെല്ലാം അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ എല്ലാം പൂവും ഉണ്ട്, പൂച്ചെടി എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് കണ്ടോ. രാത്രി ആയാലും കണ്ടോ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടോ. പിള്ളേരുടെ ബഹളവും ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ. അടിപൊളി കേട്ടോ നൈറ്റ് കാഴ്ചകളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയം, അപ്പോൾ അത് കാരണം നൈറ്റ് പിള്ളേരൊക്കെ ആയിട്ടുണ്ടോ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. അതായത് പത്തനംതിട്ട ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഈ പാർക്ക് വരുന്നത്. ഹാപ്പിനെസ് പാർക്ക് എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ ബോർഡ് അപ്പോഴും അപ്പുറമുണ്ട്, പക്ഷേ അത് ചെടിയുടെ ഇതുകൊണ്ട് മറഞ്ഞിരിക്കുമോ, കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അടുത്ത ടീംസൊക്കെ വരുന്നുണ്ട്, കാരണം ഓരോ ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ട് നൈറ്റ് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയൊക്കെ കേട്ടോ. ഇപ്പോൾ എന്തായാലും ഈ പാർക്കിൽ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ പത്തനംതിട്ട ജില്ലക്കാർ കൂടുതലും വരുന്നത് പത്തനംതിട്ട ജില്ലക്കാരാണ്. അപ്പോൾ ഇത് അടുത്ത സമയത്താണ് ഈ പാർക്ക് ഓപ്പൺ ആയത്. എന്തായാലും വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടോ, നല്ല ഭംഗിയാണ്. പക്ഷേ പകൽ വന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പകലെന്ന് ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ പാർക്കിൽ വരുന്നതായിട്ട് ആൾക്കാർ കാണത്തില്ല, വെയിലല്ലേ. പക്ഷേ രാത്രി ഭംഗി കാണാനായിട്ട്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ചുട്ടിപ്പാറ വലിയൊരു മല നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ രാത്രി കൊണ്ട് അറിയാൻ പറ്റാത്ത വലിയൊരു മലയാണ്. പത്തനംതിട്ട ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ മലയുടെ മേളിൽ നമ്മൾ കയറിയ പത്തനംതിട്ട ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാത്രി കൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇതാണ് ഈ പ്രൈവറ്റ് ബസ് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സ്ഥലം കണ്ടോ. കാരണം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണി നടക്കും അവിടെ, മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുക. എന്നാലും നല്ല ഭംഗിയാണ് കണ്ടോ. ഈ രാത്രി തന്നെ ഇപ്പോൾ 9:30 മണി കഴിഞ്ഞു കണ്ടോ. ലൈറ്റും അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയാണ്. പകൽ പോലെ കണ്ടോ, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ. ഇവിടെ എപ്പോഴും സേഫാണ്, കാരണം നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. 2 സെക്യൂരിറ്റി ഉണ്ട്, അവർക്ക് നൈറ്റ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് കാരണം ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് വേറെ പ്രശ്നമില്ല, എല്ലാം സേഫാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.